ശ്രീ സി ആർ നീലൻ, ഇവിടെ ഇവിടെ പല്ലിന് പല്ല് എന്ന് തെരുവിൽ നേരിടാൻ തീരുമാനിക്കുന്നത് ജനാധിപത്യ വിരുദ്ധം, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അത് ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ലാത്തി കൊണ്ടടിച്ച പോലീസുകാരനെ അടയാളപ്പെടുത്തി വെക്കുക, അയാൾ സഹോദരിക്കൊപ്പോ കുടുംബസമേതോ സിവിൽ ഡ്രസ്സിൽ പുറത്തിറങ്ങുന്ന സമയത്ത് വളഞ്ഞു വെച്ച് ആൾക്കൂട്ടം തുടങ്ങിയാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്ന ചോദ്യം ഉറപ്പായും സ്വാഭാവികമുണ്ട്. പക്ഷേ സി ആർ, നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഇവിടെ അങ്ങേയറ്റം നീതി നിഷേധത്തിന്റെ പരകോടിയിലുള്ള പോലീസ് മർദ്ദനങ്ങൾ ഒന്നാണോ നമ്മൾ കണ്ടത്? നമ്മൾ ഈ സർക്കാർ കാലയളവിൽ കണ്ട അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടോ? അപ്പോൾ ആ അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസുകാരെ ഒന്ന് പ്രേരിപ്പിക്കുമെങ്കിൽ കറ നല്ലതാണ് എന്ന് ഒരു പരസ്യവാചകത്തിൽ പറയുന്നത് പോലെ ചിലപ്പോൾ ചില മർദ്ദനം നല്ലതാണെങ്കിലോ സി ആർ? അല്ല, അവിടെയാണ് പ്രശ്നം. ഒന്ന് നല്ലതാണെങ്കിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്. ഇന്നലെ അടിച്ചത് SFIക്കാരാണ്. നാളെ കോൺഗ്രസ്സുകാരടിച്ചാലും ഇത് പറയൂ, വേറെ ഏതെങ്കിലും സംഘടനക്കാരടിച്ചാലും ഇത് പറയൂ, ABP അടിച്ചാൽ നിങ്ങളിത് പറയൂ. പ്രശ്നം അങ്ങനെ തീർക്കാൻ കഴിയൂ? ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം ഹാഷ്മി, SFIക്കാർക്ക് തന്നെ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനത്തിൽ വിശ്വാസമില്ല. അതാണ് പ്രശ്നം. അവരെ തല്ലിയൊരു പോലീസുകാരൻ തെറ്റ് ചെയ്തു തന്നെ വയ്ക്കുക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഷ്വൽ എടുത്ത് അത് കൊണ്ടുപോയി അധികൃതരോട് പറഞ്ഞ് അവരുടെ ആഭ്യന്തര വകുപ്പ്, അവരുടെ ശശിയെ പോലെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ആളുകളിരിക്കുന്നു, അവരോട് പറഞ്ഞിട്ട് സഖാവേ നിങ്ങളും SFI അല്ലേ ആയിരുന്നേ, SFIക്കാർ ഇങ്ങനെ തല്ലിയൊരു പോലീസുകാർ ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിച്ച് അദ്ദേഹത്തിനെതിരെ നിയമപരമായി നടപടി എടുക്കാമായിരുന്നല്ലോ. നിയമപരമായി അങ്ങനെ നടപടി കിട്ടില്ല എന്ന് SFIക്കാർക്കും DYFIക്കാർക്കും അറിയാം. അങ്ങനെ നിയമപരമായി ഇവിടുത്തെ പോലീസിൽ ക്രമപരമായി ഒന്നും നടക്കുന്നില്ല എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും അവർ ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞു, യൂത്ത് കോൺഗ്രസ്സുകാരെ ചെയ്തെങ്കിൽ അവരുടെ ഭരണമില്ല. ഇപ്പോൾ ഞാനിതിനെ കാണുന്നത് വഴിയിൽ വെച്ചൊരു പോലീസുകാരനെ തല്ലുന്നത് പണ്ട് നമ്മൾ നക്സലൈറ്റ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അന്നും എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞിരുന്നു 2 പോലീസുകാർക്ക് കിട്ടേണ്ടതാണ് എന്നൊക്കെ നക്സലൈറ്റുകാർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലായി അത് നിലനിൽക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ അതിനൊരു റൂൾ ഓഫ് ലോ ഉണ്ട്. നമുക്കിവിടെ നഷ്ടപ്പെടുന്നത് റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ സമൂഹത്തിൽ നമ്മൾ എന്ത് വിശ്വസിച്ചാൽ നടക്കുക? ഞാൻ പോലീസിൻ്റെ മുറയിൽ എന്ന് പറഞ്ഞ് ജിൻഡോ തെറ്റിദ്ധരിച്ചതാണ്. മുഖ്യമന്ത്രി പല പ്രാവശ്യം പറയുന്നു പോലീസിൻ്റെ മുറയിൽ നിന്ന് പല കാര്യങ്ങളിൽ. ശ്രീജിത്തിനെ തല്ലിക്കൊന്നവരെയും വാളയാറും വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിച്ചവരെയും മധുവിൻ്റെ പ്രശ്നത്തിൽ വേണ്ടപ്പോൾ എല്ലാ പോലീസുകാരെയും ഇവർ രക്ഷിക്കുന്നു. എന്നിട്ട് പറയും അവരെ വിമർശിച്ചാൽ നിങ്ങൾ പോലീസിൻ്റെ മുറയിൽ കളയും. പക്ഷേ യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുറയിൽ പോകുന്ന എപ്പോഴാണ് പോലീസിന് ഇപ്പോൾ ഈ മിഥുൻ റോയ് എന്ന് പറയുന്ന ആൾ ഭയങ്കരമായി അടിച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഒരു ഇത് പറയണ പോലെ ചില പോലീസുകാരൊക്കെ ചെയ്യും. എനിക്കും വരെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ പോലീസുകാരൊക്കെ അടിക്കുന്നത് പോലീസുകാർ ഉണ്ട്. അത് തെറ്റ് ചെയ്താൽ അത് ഇന്നറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഹാഷ്മി. വളരെ സിമ്പിൾ സംവിധാനങ്ങളില്ലേ, എല്ലാ സ്ഥലത്തും CCTVയും എല്ലാവരും അത് വിഷ്വൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക. പോലീസിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ മേലെ എത്രയോ ലെവലിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു പരാതി SFIക്കാർ കൊണ്ടു കൊടുത്താൽ ആ പരാതി അയാൾക്ക് പരിശോധിക്കാമല്ലോ, അവിടുത്തെ SP ക്ക്. അല്ല സി ആർ, ഇവിടെ വലിയ ഗുണ്ടാ തലവന്മാർക്കെതിരെ മുട്ടുപറച്ച് നൽകി നടപടിയെടുക്കാത്ത, അല്ലെങ്കിൽ ഗുണ്ടാ തലവന്മാരുടെ മദ്യസൽക്കാരത്തിൽ പോയി മദ്യം കുടിച്ചുകൊണ്ടിരിക്കുന്ന റെയ്ഡ് വരുമ്പോൾ ഓടിപ്പോയി കക്കൂസ് വിളിക്കുന്ന DYSPമാരൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും ഇല്ലാത്ത പരമസാധുക്കളായ തിരിച്ച് എന്ത് അടിച്ചു കൊന്നാലും ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നുറപ്പുള്ള മനുഷ്യന്മാരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ, വാർത്തകൾ നമ്മൾ എത്ര കണ്ടു? അതിൽ പരാതി ഉണ്ടായില്ലേ? ആ പരാതിയിൽ നടപടി ഉണ്ടായോ? അല്ലെങ്കിൽ നടപടി ഉണ്ടായി എന്ന് ജനത്തിന് ബോധ്യപ്പെടുന്നതിൽ എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെ ഉണ്ടാകുമ്പോൾ ജനത്തിനിടയിൽ അമർഷം പോകുകയും സി ആർ, ചിലപ്പോൾ ആയുധം കയ്യിലെടുക്കാം എന്ന് തീരുമാനിച്ച് അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ പോലും ക്ഷമയോടെ നെല്ലിപ്പടി എന്നുണ്ട് സി ആർ. അല്ല, പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട് ആഷ്മി. അവിടെയാണ് പ്രശ്നം. ഞാൻ സമ്മതിച്ചു, ഇപ്പോൾ ജനങ്ങളോ കുട്ടികളോ അത് ചെയ്തു എന്ന് തന്നെ വെക്കുക. എന്താ പോലീസ് അധികൃതർ ചെയ്യേണ്ടത്? അവിടെയാണ് പ്രശ്നം. ഞാനിത് കുട്ടികൾ അടിച്ചതോ ഇയാൾ അടിച്ചതോ നമുക്ക് തർക്കിക്കാം. പക്ഷേ പ്രധാന പ്രശ്നം എന്താ? പോലീസ് അധികൃതർ കേസെടുത്തതിനെ കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്താ പോലീസുകാർ ഇപ്പോൾ ആരെയാ തെറ്റ് കാണുന്നത്? ഈ മിഥുൻ റോയ്ക്ക് തെറ്റുപറ്റി. ഈ അടി അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം സഹോദരിയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് ഒരു പോലീസുകാരനെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ട് അയാളുടെ ഈ പറഞ്ഞ പോലെ വഴി തടയാൻ എല്ലാ കുറ്റവും ചെയ്തിട്ട് ആ കുറ്റത്തിന് എന്താ കേസെടുക്കേണ്ടത്? ഞാൻ പോലീസുകാരനെ മാളിൽ വെച്ച്, നാളെ ലുലു മാളിൽ വെച്ച് ഞാൻ 2 പോലീസുകാരൻ 2 പെടപെടച്ചാൽ എനിക്ക് പിന്നെ വേറെ ന്യായമൊക്കെ പറയാം. ഇയാൾ എന്നെ പണ്ട് തല്ലിയിരുന്നു, ഇയാൾ വേറെ കുഴപ്പക്കാരനാണ്, ഇയാൾ അഴിമതിക്കാരനാണ്, ഇയാൾ കൈക്കൂലിക്കാരനാണ്, പോലീസിൽ നടപടി സ്വീകരിച്ചിട്ടുള്ള ആളാണ് എന്നുകൊണ്ട് ഞാനൊരു പോലീസുകാരൻ. സി ആർ ചെയ്താൽ അത് കളി മാറും. ഇപ്പോൾ SFI പ്രവർത്തകർ ചെയ്താൽ ജാമ്യമില്ലാത്ത വകുപ്പാണ്. ചിലപ്പോൾ ഇപ്പോൾ അറസ്റ്റ് അധികം നാൾ ഇല്ലാതെ അങ്ങ് പുറത്തിറങ്ങും. സി ആർ ചെയ്താൽ പിന്നെ ആയുഷ്കാലം സി ആർ പുറലോകമാണില്ല. ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ SFIക്കാർക്ക് അങ്ങനെ ഒരു നടപടി എടുക്കാൻ പോലീസിനെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കാൻ കഴിയില്ല എന്ന് SFIക്ക് ബോധ്യം വന്നിരിക്കുന്നു. പോലീസിനെ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് DYFIക്കും CPM-നും ബോധ്യം വന്നിരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ മേലുള്ള എല്ലാ അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവിടെ വേറെ ആരോഗ്യമോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. നമ്മളിവിടെ അറിയാലോ, ഏറ്റവും ഭൂലോക തട്ടിപ്പുകാരുടെ എറണാകുളത്ത് ഒരുത്തൻ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ട് അതിന് കാവലിരുന്ന ഒരു DGP യും ADGP ഉണ്ടായിരുന്നല്ലോ ഇവിടെ, വാളൊക്കെ പിടിച്ചിട്ട് മോസസിൻ്റെ വടിയൊക്കെ പിടിച്ചിട്ട്. അയാൾക്കെതിരെ വല്ല നടപടി ഉണ്ടായി? ആരെങ്കിലും ചോദിച്ചോ? ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം അയാളോട് ചോദിച്ചോ? നിങ്ങൾ എന്താണ് പൂരം കലക്കിയ അജിത് കുമാറിന് ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ? ഇപ്പോഴും സുനിൽകുമാർ എന്താ പറയാന്ന് എനിക്കറിയില്ല. പൂരം കലക്കി നാട്ടുകാരെ മുഴുവൻ, തൃശ്ശൂർക്കാരനാണ് ഞാൻ, തൃശ്ശൂർക്കാരെ മുഴുവൻ നാറ്റിച്ച ഒരു പോലീസ് സംഘത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തില്ല. അയാൾക്കൊരു കുഴപ്പമില്ല, അമ്പലക്കാരൻ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ്. എനിക്കറിയില്ല അതിനോട് എങ്ങനെയാണ് CPI പ്രതികരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, പോലീസുകാർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പൂർണ്ണമായും സംരക്ഷിക്കും. ഇത് പാർട്ടിസാൻ പോലീസാണ്, ഇത് കമ്മിസാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു സംഗതിയാണ്. അത് തന്നെയാണ്. പക്ഷേ അവിടെ പോലും ഈ SFIക്കാർ ഇനി വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ആളാണോ എന്നറിയില്ല. ഇവർ പോയി പറഞ്ഞാൽ അവിടെ പോലീസ് ചെയ്യില്ലെങ്കിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ, എൻ്റെ ചോദ്യം ഇവർ ആരോടുമല്ല, ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരോട്. ഇപ്പോൾ അസോസിയേഷൻ പറഞ്ഞില്ലേ, ഈ അസോസിയേഷനിൽ പെട്ട ഉദ്യോഗസ്ഥരുമായി കേസെടുത്തതിലുണ്ടാവുമല്ലോ. ഈ അസോസിയേഷൻ ഏത് കോത്താഴ്ച നോക്കിയിട്ട് ഈ പ്രസ്താവന ഇറക്കണേ? ആ പോലീസ് ഓഫീസർമാരോട് പറ, നിങ്ങൾ ചെയ്ത് ശരിയല്ല, ഇയാൾ അടിച്ചതിന് കുറ്റമുണ്ടെങ്കിൽ അത് വേറെ കേസാണ്. ഇയാളവിടെ മറ്റേ ബീച്ചിൽ പോയി ഇയാൾ വേണ്ടാതീനം കാണിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല. അവർ കുറച്ചൊക്കെ ഫ്രീ ആയിരിക്കും, ആ ഒരു ദിവസമാണ്, വാലന്റൈൻസ് ഡേ ആണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണില്ല, അവിടെ കയറി ഇടപെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ മോറൽ പോലീസിംഗ് എന്ന് പറഞ്ഞാൽ പോലീസ് തന്നെ മോറൽ പോലീസ് ആവുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് പരാതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നിൽക്കട്ടെ, പോലീസുകാരൻ തെറ്റ് ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിച്ചോ. ഈ കേസെടുത്ത അവിടെയാണ് ടോപ്പിന് ഉത്തരം വരണ്ടേ. എനിക്ക് ഉത്തരം കിട്ടേണ്ടത്, ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉത്തരം കിട്ടേണ്ടത് കേസെടുത്ത പോലീസുകാർ, ഉയർന്ന തലത്തിലുള്ള പോലീസുകാർ. ഈ കേസെടുത്തിട്ട് ഈ കേസിന് നിങ്ങൾ ചെയ്ത് ശരിയായില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് 2 പേർക്കെതിരെയും തുല്യമായ കേസെങ്കിലും എടുക്കണം. അത് ഇവിടെ വെച്ചിട്ടല്ല, മാളിൽ നടത്തിയ പ്രശ്നത്തിന് അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. അയാൾ ഒറ്റയ്ക്ക് അയാളുടെ കുടുംബത്തോടുകൂടി വരുന്ന ആളെ ആക്രമിച്ചപ്പോൾ അയാൾക്കെതിരെ എന്ത് കേസെടുക്കാനാണ്? ഒരു പക്ഷേ അയാൾ അവിടെ കുട്ടികളെ അടിച്ച കേസിൽ. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒരു പോലീസുകാരനല്ല അവിടെ ഉണ്ടായിരുന്നേ, റോയ് മാത്രമല്ല വേറെ പോലീസുകാരും ഉണ്ട്. അവർ ചെയ്തോന്നും ഇങ്ങനെ അറിയില്ല. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നുള്ള സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണല്ലോ ഇവരെല്ലാം ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലേ. അതാണല്ലോ ഈ നമ്മുടെ CRPC IPC പേര് മാറ്റിയെങ്കിലും ഉള്ളൊരു വലിയ ഗുണമുള്ള കാര്യമല്ലേ ഇൻ ഗുഡ് ഫെയ്ത്ത്, ആരെയും കൊല്ലാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത് ഗുഡ് ഫെയ്ത്തിലാണോ ഇയാൾ ചെയ്തത്? ബീച്ചിലടിച്ചത് ഇവരടിച്ചത് എന്തായാലും ഗുഡ് ഫെയ്ത്ത് അല്ല, കാരണം ഇവർക്ക് ഗുഡ് ഫെയ്ത്തിൽ അടിക്കാനുള്ള ഒരു അവകാശമില്ല. പ്രതികാരമാണ്. ആ പ്രതികാരം എന്നാണ് നമ്മൾ ചോദ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.